വൈകുന്നേരം ആയാലും പുറത്ത് പോയി ചായ കുടിക്കുക എന്നുള്ളതൊരു പ്രത്യേക ഹോബിയാണ് കേട്ടോ. അപ്പോൾ ഈ തട്ടുകടകളിലെ ചായയും പൊരിച്ച കടികളും ആണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അനക്കെന്താ കടി വേണ്ടി? ആ സമൂസ ഒരു ചായ അല്ലേ ചോദിച്ചേ? ചായ ഒരു സമൂസരി. നെയ്യപ്പം ഉണ്ട് കേട്ടോ, നല്ല നെയ്യപ്പം. സമൂസ വെജിൽ വേണോ എന്തിനാ വേണ്ടി? ചിക്കൻ. നല്ല ചൂടുള്ള സമൂസ വേണോ? എനിക്ക് വെജ് വാങ്ങിയാൽ പോരെയാണോ? ഏ നെയ്യപ്പം വേണ്ടെങ്കിൽ നല്ല സാധനമാണ്. നല്ല അടിപൊളി ചായ, കറി പോലത്തെ ചായ. തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, അലുവ മനസ്സുള്ളൊരീ കോഴിക്കോട് വേണേ കണ്ണ. നെയ്യ് പോണോ? ജല്ല വേണ്ട പറഞ്ഞത് ഒരു ചായക്ക് ഒരു കടിയെ ശരിക്കും വാങ്ങിക്കൊടുക്കലുള്ളൂ നമ്മള്. കായപ്പം നമ്മളിങ്ങനെ എപ്പോഴും ചില്ലും കൂട്ടിലേ നമ്മൾ കായപ്പം കാണലുള്ളൂ. ഇതാണ് കായപ്പം അല്ലേ? കായപ്പം ചില്ലും കൂട്ട് നല്ല ഈ കാണല്. ചില്ലും കൂട്ടിലല്ല, അത് പാത്രത്തിലുള്ള കായപ്പം, എണ്ണ പൊരിയാണ്. ഇതിലെന്തൊക്കെ ഉള്ളത്? ഇതിലെന്തൊക്കെ ഉള്ളത്? ഗോതമ്പൊടി, പഞ്ചസാര, പഴം. ശരി, മൈദ അല്ല, ഗോതമ്പാണ്. മൈദയിലല്ല, ആട്ടപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. ആട്ടപ്പൊടി, പഴം, പഞ്ചസാര അല്ലേ മെയിനായിട്ട്. നാളികേരം, ഉപ്പ്. നാളികേര, ഉപ്പ് എല്ലാം ഉണ്ട്. ഓക്കേ. സെവഞ്ഞ് കായപ്പോ മീൻകറി കഴിച്ചിട്ടുണ്ടോ? മീൻകറി ഇവിടെ ഇല്ലല്ലോ ഇതിന്. കായപ്പം ബീഫും ഭയങ്കര രസമാറിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട്? കറി പോലത്തെ ചായ, നല്ല അടിപൊളി നെയ്യ്. മഴക്കാലത്ത് ഇങ്ങനെ രാവിലെ 10 മണിക്കൊക്കെ പുറത്ത് പോയി ചായ കുടിക്കൊരു വൈവാണ്. ചായ പലരും പല ടൈപ്പിലാണ് ചായ കുടിക്കുക. പക്ഷേ എനിക്ക് ഈ ചായ ഫിനിഷിങ്ങിലുണ്ടല്ലോ, ഈ ചണ്ടി വരെ അങ്ങനെ അടുപ്പിച്ചു അങ്ങനെ കുടിക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ്. നിങ്ങൾ അഭിപ്രായം പറയട്ടോ, നിങ്ങൾ എങ്ങനെ ചായ കുടിക്കാം? ഈ കുറച്ചിട്ടിട്ട് ഇങ്ങനെ വേവിക്കാണ് സാധനം, ഇങ്ങനെ പൊരിഞ്ഞങ്ങോട്ട് കിട്ടട്ടെ, പൊരിഞ്ഞ് കിട്ടെ. അനക്ക് എങ്ങനെ കുടിക്കുന്ന ഇഷ്ടം? ചായ തീരോളം കുടിക്കുക. കുറച്ചുകൂടി ഒഴിച്ചാൽ നല്ല ചായ ഉണ്ടോ? കായപ്പം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെട്ടി കീറി ഇങ്ങനെ വരണം, എന്നിട്ട് അതിനെ മറിച്ചിടും. ഉണ്ടോ? കായപ്പം നല്ല വിണ്ട് കീറി ഇങ്ങനെ വരുന്നുണ്ട്. കായപ്പത്തിന് നല്ലൊരു വേറൊരു നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ അകത്ത് പഴവും അതേപോലെ തന്നെ തേങ്ങയും ഈ നല്ല ജീരകവും അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു ആസ്വദിച്ച് കഴിക്കേണ്ട ഒരു സാധനം. കായപ്പവും അതേപോലെ മീൻകറിയും ബീഫിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഓരോരുത്തരെ ലൈക്കാണ് അതൊക്കെ. നല്ല പാൽച്ചായയും കായപ്പവും തന്നെ ഒരു അടിപൊളി കോംബോ ആണ്. 2 കായപ്പം പാർസൽ, 2 നെയ്യപ്പം, 2 സമൂസ, ചിക്കൻ. ചിക്കൻ.
പൊട്ടിച്ചെറിയ കായപ്പം പൊട്ടിച്ചെറിയ ഇങ്ങനത്തെ ഇതാണ് പൊട്ടിച്ചെറിയ കായപ്പം. പഴംപൊരിയും ഒരു വേറൊരു നല്ലൊരു ഫ്ലേവറിലേക്ക് കയറിയിരിക്കുന്ന ഒരു സാധനം. ആയിഷയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പഴംപൊരിയും ബീഫും ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ട്രെൻഡായിട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. നമ്മൾ 14 കടി. 14 110, ആ 45 സമൂസ 45, 155, ആ 2 ചായ 170. സാധാ കടിയൊക്കെ 10 റുപ്യ ഉള്ളൂ അല്ലേ? അന്നെ സമൂസക്ക് 15. സമൂസ നെയ്യപ്പോൾ ഇനി വരാനുള്ള ഒത്തിരി കടികളുണ്ട്, അതിനൊക്കെ 15, ആ 20, 25. അപ്പം നിങ്ങളെ കണക്കേറ്റല്ലോ, നമ്മൾ 2 നെയ്യപ്പം കഴിച്ചില്ലേ? അത് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ പിന്നെ ചെങ്കളെ, ഇത് നമ്മൾ 2 ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ്. നമ്മൾ കായപ്പം ഉണ്ടാക്കിയ വീഡിയോ രാവിലത്തതാണ്. വൈകുന്നേരത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ഉള്ളിവട. നല്ല ചൂട് ഉള്ളിവട പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. ഇതിലിപ്പോൾ കടലപ്പൊടി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് അപ്പക്കാർ, അപ്പക്കാരില്ലേ? തീരെ അപ്പക്കാരില്ല. അപ്പക്കാരും സോഡാപ്പൊടി അങ്ങനത്തെ ഒന്നുമില്ല. നിങ്ങളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്താണ്? പൊളിച്ചു വെക്കുന്ന സാധനം അരിപ്പൊടി ഇടുന്നു. അരിപ്പൊടി ഇടും. അരിപ്പൊടി ഇടും, കുറച്ച് ഒരു ഉറപ്പ് കിട്ടാൻ. ഞെരിച്ചിലുണ്ടാവും. ഇത് കായപ്പത്തിൻ്റെ മാതിരി സ്ലോ കുക്കല്ലേ അല്ലേ? എന്തായാലും ഒരു കുഴച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ മേലായി ഉണ്ടാവുമല്ലോ. എന്തായാലും ഒരു 1.5 കുഴച്ചില്ല. വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ എന്തായാലും ഒരു കുറച്ച് റെസ്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടും അല്ലേ? ഒരു അരമണിക്കൂറെങ്കിലും ഒരു രസമുണ്ടാവും. ഉള്ളിവടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സ്ലോ കുക്കാണ്. അതേപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു മസാലയും ചേർക്കുന്നില്ല എന്നാണ് നമ്മുടെ റാഷിദ് പറയുന്നത് കേട്ടോ. ഒരു മസാലയും ഇതിൻ്റെ അകത്തില്ല. വെറുതെ കുറേ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ നമ്മൾ കുറേ വാരിയിടുന്നൊരു പതിവ് നമുക്കുണ്ട്. ആ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. കണ്ടോ ആ ഉള്ളിവട നോക്കിയിട്ട് എന്തൊരു മൊഞ്ചാണ് കാണാൻ. കണ്ടോ അതിൻ്റെ ഒരു ആ ഒരു ഭംഗി കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും ഒരു ഹൈ പിച്ചിൽ നിൽക്കുന്ന ഒരു സാധനമാണെന്ന് നമുക്ക് എന്തായാലും മനസ്സിലാക്കാം. സത്യം പറഞ്ഞാൽ ഉള്ളിവട കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. അങ്ങനെ ഞാനൊരു ഉള്ളിവടയും ഒരു ചായയും വാങ്ങി അങ്ങനെ നമ്മളൊരു സൈഡിലേക്ക് മാറിയിരുന്നതാണ്. എന്താ പറയുക, നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട. അത് നമുക്ക് കഴിച്ചിട്ട് തന്നെ അതിൻ്റെ ഒരു ഫീല് പറയാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഉള്ളിവട കിട്ടലുണ്ട്, പക്ഷേ ആ ഒരു കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു വേറൊരു ടേസ്റ്റാണ്. ലൈവായിട്ട് കിട്ടുന്ന കടികളും ചായകളും എന്ന് പറഞ്ഞാൽ നമുക്കൊരു എപ്പോഴും നല്ലൊരു ഫീലാണ്. ഇപ്പോൾ നമ്മൾ നാട്ടുമ്പുറത്തുള്ള ഹോട്ടലുകളിൽ നമുക്ക് അങ്ങനെയുള്ള സിസ്റ്റം കുറച്ച് കുറവാണ്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മന്തി, പൊറോട്ട, ബിരിയാണി അങ്ങനെയുള്ള ഐറ്റങ്ങളിലേക്കാണ് കൂടുതൽ ഹോട്ടലുകൾ ഫോക്കസ് ചെയ്യുമ്പോൾ. നമ്മുടെ സാധാരണ ചെറിയ ചായക്കടകളിലേക്കാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ചായ കുടിക്കാൻ വരാനുള്ള കാരണം അത് തന്നെ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ വൈകുന്നേരത്തൊരു ചായ സമയം എന്ന് പറയുന്നത് ഒരു 3:30 മുതൽ ഒരു 6 മണി വരെയൊക്കെയാണ് ആ സമയം. എന്തായാലും ഇവിടെ നമുക്ക് ഉള്ളിവട ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സാധാരണയായി കിട്ടാറുണ്ട്. ഉള്ളിവടയും പിന്നെ പരിപ്പ് വടയും ബോണ്ടയുമാണ് വൈകുന്നേരങ്ങളിൽ കൂടുതലായിട്ടും ഇവിടെ വിറ്റഴിഞ്ഞു പോകുന്ന പലഹാരം. ഉള്ളിവടൻ്റെ ടേസ്റ്റിനെ കൊണ്ട് തിന്നാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ
മടിയൊക്കെ കൂടി വരുന്നത് കൊണ്ട് എണ്ണക്കടികളൊന്നും അത്യാവശ്യം കുറച്ച് സാധാരണ ഒരു ഞാൻ ചവിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ 2 കടിയൊക്കെ 2 കടി 3 അടിക്കുക. ചെറിയൊരു ബ്രേക്ക് നമുക്ക് അവിടെ ഒരു 20ഓളം എണ്ണക്കടികൾ, ചിക്കൻ റോള്, ഷവർമ പപ്സ് അല്ലേ, ഫലാഫിൽ അത് വെച്ചല്ലേ വരുന്നത്, വാഴ നിറച്ച്, ചിക്കനും എഗ്ഗും, ചിക്കൻ പപ്സ് അല്ലേ, കല്ലുമ്മക്കായ നിറച്ച്, വെജ് സമൂസ, പിന്നെ പത്തിരി സാദാ, രാവിലെ ചട്ടിപ്പത്തിരി എരിവും മധുരവും, ചിക്കനും മധുരവും, ചിക്കൻ റോള്, പിന്നെ ഇലയട, ചിക്കൻ റോള്, ചിക്കൻ കട്ട്ലേറ്റ്, വെജ് സമൂസ, അത് ഇതല്ലേ ഒനിയനല്ലേ, കായപ്പം, പഴംപൊരി, ഉള്ളിവട, ബ്രെഡ് പോക്കറ്റ്, ചിക്കൻ സമൂസ, കുറൈബാത്ത്. ഇതെന്താ പുട്ടോ? കുറൈബാത്ത് മധുര, അത് മധുരം അല്ലേ, പിന്നെ കോഴിമുട്ട, കാടമുട്ടയും സാധാ മുട്ടയും. ആ ശരി, ഇത് സൂചിയാണോ സാധനം? ഒരെണ്ണം നോട്ടെ. അത് മറ്റേ ഇതിപ്പോൾ കുറൈബാത്ത് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇല്ലല്ലോ അല്ല, അതിപ്പോൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നോ, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നോ തന്നെ. അത് നമ്മൾ ഏകദേശം ഒരു നമ്മൾ അരി ഉണ്ടല്ലേ, അല്ല ഇപ്പോൾ തരി ഉണ്ടൻ്റെ ഒരു സാധനം തന്നെ, വേറെ ഷേപ്പ്. അതെ. മധുരം കുറയ്ക്കാന്നൊക്കെ പറഞ്ഞു, പിന്നെ ഉറൈബാത്തൊന്ന് നോക്കാം. ഇത് നല്ലൊരു പാർക്കിംഗ് സൗകര്യമൊക്കെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഈ നല്ലൊരു തണൽ മരത്തിൻ്റെ കീഴിലായിട്ട് വരുന്നതുകൊണ്ട് വലിയ ഡിസ്റ്റർബൻസും ഇല്ല, പിന്നെ വലിയൊരു ട്രാഫിക്കും ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾക്ക് നമ്മുടെ ഷംനൂസ് വേൾഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കട്ടോ. നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്ത് നല്ല റെസ്റ്റ് എടുത്ത് ചായയൊക്കെ കുടിച്ച് ഒരു റിലാക്സ് ആയിട്ട് പോകാനുള്ള സമയം ഇവിടെ ഉണ്ട്. നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തായി പോയിട്ടുണ്ടെന്ന് അറിയാം, പക്ഷേ ഈ ഉള്ളിവട ഇങ്ങനെ പൊരിയുന്നത് കാണുന്നുണ്ടല്ലോ, അത് നിർത്തി വരാൻ തോന്നുന്നില്ല. ഉള്ളിവട പൊരിച്ചിടുന്നുണ്ട്, കാലിയാവുന്നുണ്ട്. വീട്ടിലേക്കൊരു 10 ഉള്ളിവട വാങ്ങേണ്ടതുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പം അതും ഏകദേശം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എലത്തൂർ ജുമാ മസ്ജിദിൻ്റെ കവാടത്തിന് തൊട്ടടുത്തായിട്ട് ഒരു വലിയ മരമുണ്ട്. ആ മരത്തിൻ്റെ തണലിലാണ് ഈ ചായക്കട വരുന്നത് കേട്ടോ. അപ്പം ഉള്ളിവട അവസാന റൗണ്ട് പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ റാഷിക്ക് നമ്മളെ ബോണ്ടൊക്കെയുള്ള മിക്സിങ് റെഡിയാക്കാം കേട്ടോ. നല്ല ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പാർസൽ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള സമയം ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, മല്ലിയില ഇട്ടുണ്ട്. മല്ലിയിലൊക്കെ നല്ല ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ മൊത്തത്തിൽ. എന്തായാലും പിന്നെ ഇതുവഴി പോകുന്നവർ നമ്മുടെ ഈ തട്ടുകട അല്ലെങ്കിൽ നമ്മുടെ ചായക്കട കയറി വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. വീണ്ടും ഒരു വീഡിയോയിൽ സന്ധിക്കും വരെ നന്ദി, വണക്കം.